ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോം ടാഗ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബോഡിയിൽ ഞാനിതൊരു ഫോം ടാഗിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താന്നുള്ളത് പറഞ്ഞു തരാം. ഇവിടെ ഇപ്പം ഞാൻ ഫോം ഏതെങ്കിലും ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോകണം എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഫോം ആക്ഷൻ ഈസ് ഈക്വൽ ടു ഏതാണ് പേജ് എന്ന് പറഞ്ഞു കൊടുക്കും. ഫോം ആക്ഷൻ ഈസ് ഈക്വൽ ടു ഇപ്പോൾ abc.php അങ്ങനെ ഒരു പേജിലോട്ട് എനിക്ക് പോകണം. ആൻഡ് ദെൻ മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ്. ഇങ്ങനെ കൊടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ abc.php എന്ന് പറയുന്ന പേജിൽ പോകും. പോയതിനു ശേഷം ആ പോകുന്ന മെത്തേഡ് പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വേണ്ട, ഹൈഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട് എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രമേ നമ്മുടെ URL കാണിക്കൂ. നമുക്ക് രണ്ട് രീതിയിൽ ഈ മെത്തേഡ് കൊടുക്കാം. ഒന്നുകിൽ ഗെറ്റ് ഓർ പോസ്റ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, സപ്പോസ് ഞാനിപ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ URL നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ യൂസർ നെയിമും ഈ പാസ്വേഡുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന്. അങ്ങനെ വരാതിരിക്കാൻ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ല, പകരം വെറുതെ ഒരു ഫോം, ജസ്റ്റ് നമുക്ക് ആ ഒരു ഫോമിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും എന്ന് മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ ഫോം ടാഗ് മാത്രം യൂസ് ചെയ്തു. ദെൻ ഫോം ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡ് ദ ബോഡിയാണ് നമ്മൾ ഫോം കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത ശേഷം ആദ്യം ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. സോറി, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഇവിടെ ഓരോരോ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ, ദെൻ എഗ്രി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷൻ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ അടുത്ത ഒരു സെക്ഷൻ, അങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ സെക്ഷൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലെജൻഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അതിന്റെ മീനിങ്, എന്നിട്ട് അത് നമ്മൾ ഫീൽഡ് സെറ്റിനകത്ത് കൊടുക്കും. അപ്പൊ അത്രയും ഫീൽഡ്സ് ഒരു ലെജൻഡിനകത്തിൽ വരും. അപ്പോൾ ഒരു ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഫീൽഡ്സ് ആയിട്ട് ഓരോന്നിനെയും ഓരോ പർട്ടിക്കുലർ ഫീൽഡായിട്ട് കാണാം. ആ ഫീൽഡിൽ എന്താണോ നമ്മുടെ പേര് കൊടുക്കേണ്ടത് ആ പേരാണ് ഇവിടെ ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ഫീൽഡ് സെറ്റിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? നെയിം, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ആൻഡ് എൻറോൾമെന്റ്, എല്ലാം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും നോക്കിയാൽ നമുക്ക് എല്ലായിടത്തും വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്സ്റ്റ് ബോക്സസ് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് റേഡിയോ ബട്ടൺ ആണ് വേണ്ടത്. അതായത് രണ്ട് ബട്ടൺ തന്നിട്ട് അതിൽ യെസ് ഓർ നോ മാത്രം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഫീൽഡ് സെറ്റ് കൊടുത്തു. ആ ഫീൽഡ് സെറ്റിന്റെ നെയിം എഗ്രി എന്നുള്ള നെയിമും കൊടുത്തു. അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈസ് ഈക്വൽ ടു എഗ്രി, വാല്യൂ ഈസ് ഈക്വൽ ടു യെസ് ഓർ നോ. അപ്പൊ ആ നോ, യെസും നോയും നമുക്ക് താഴെ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഒരു BR കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂസ് ഈ ഒരു രീതിയിൽ എഗ്രി ദെൻ യെസ് ഓർ നോ എന്നുള്ളത് താഴെ കാണിക്കും. ഇനി നെക്സ്റ്റ് ഫീൽഡ് സെറ്റ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാം. അപ്പൊ അത് നമ്മൾ ചെക്ക് ബോക്സ് ആണ്. ഒരാൾക്ക് മോർ ദാൻ 1 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറ്റ് എ ടൈം അറിയാം. അതുകൊണ്ട് നമ്മളത് ഓരോന്നും, അത് ഇവിടെയും നമുക്ക് അതുപോലെ ഓരോന്നും 1 by 1 ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് കാണണം. സോ നമ്മൾ BR കൊടുത്ത് ഓരോന്നിനെ ന്യൂ ലൈനിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാവുന്നതൊക്കെ നമ്മൾ ചെക്ക് ബോക്സ് വെച്ചിട്ട് ഇവിടെ ഇൻപുട്ട് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. C അറിയാം, ദെൻ C++, അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജാവ, പൈത്തൺ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും ഏതൊക്കെയാണോ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മോർ ദാൻ 1 വാല്യൂസ് നമുക്ക് ഇതാ ഇങ്ങനെ ടിക്ക് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം ഒരേ ഒരെണ്ണം മാത്രമേ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബോക്സസിലെല്ലാം നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ലാംഗ്വേജസ്, ഏതൊക്കെ ലാംഗ്വേജസ് എന്നുള്ളത് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതായത് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഏത് ലാംഗ്വേജ് വേണം, നമുക്ക് ഇത്രയും ലാംഗ്വേജസ് അറിയാം, നെക്സ്റ്റ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏത് ലാംഗ്വേജ് ആണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സെലക്ട് നെയിം ഈസ് ഈക്വൽ ടു ലാംഗ്വേജസ്, ദെൻ അതിന്റെ ഐ ഡി, ലാംഗ്വേജ് എന്നുള്ളതിന്റെ ലാൻ എന്നുള്ള ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ്, ഈ സെലക്ഷനകത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ഓപ്ഷൻസ് വിത്ത് വാല്യൂസ് കൊടുത്തിരിക്കുന്നു. ദെൻ ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സെലക്ട് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ ആ ഒരു ഫീൽഡ് സെറ്റും ക്ലോസ് ചെയ്തു. അങ്ങനെ ഓരോ ഫീൽഡ് സെറ്റും ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽഡ് സെറ്റ്, ഇതാ ഇവിടെ ഞാൻ ലെജൻഡ് എന്ന് പറയുന്ന ഫീൽഡ് കൊടുത്തിട്ടില്ല. ഈ ഫീൽഡ് സെറ്റിനകത്തിൽ ജസ്റ്റ് ലേബൽ 4 എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് നിങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുക. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫീൽഡ് ലെജൻഡ് എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഞാൻ ഫീൽഡ് സെറ്റ് കഴിഞ്ഞാൽ ഉടനെ ലെജൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇതാ ഇങ്ങനെ മുകളിൽ ഒരു പേര് എഴുതി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് ഈ ഒരു ഫോർമാറ്റിൽ കാണിക്കും. ഇവിടെ ലാംഗ്വേജ് സെപ്പറേറ്റ് ഒരു ഫീൽഡ് ആണ്, പക്ഷെ ഇതിനിങ്ങനെ മുകളിൽ ലാംഗ്വേജസ് നോണോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം കാണിക്കത്തില്ല. അപ്പം ഫീൽഡ് സെറ്റ് വിത്ത് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ്, ഒരു ഹെഡിങ് പോലെയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഫീൽഡ് സെറ്റ് വിത്ത് ലെജൻഡ് ടാഗും കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എല്ലാം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോം, ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ്, ദെൻ വാല്യൂ ഈസ് ഈക്വൽ ടു സബ്മിറ്റ് ക്വറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഫോം ക്ലോസ് ചെയ്യുന്നു, ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട്, അപ്പോൾ ഇവിടെ ഈ സബ്മിറ്റ് ക്വറി എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂവിൽ കൊടുക്കുന്ന സംഭവമാണ് നമ്മുടെ ബട്ടന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ പൈത്തൺ ആണെങ്കിൽ പൈത്തൺ സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് ക്വറി കൊടുക്കും. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോകാൻ നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ പേജ് തന്നെ റിഫ്രഷ് ആയി നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും.